രണ്ട് ഗുണമാണ് ഇവിടെ ഇഫ്രീത്ത് പറയുന്നത്. ഒന്ന്, എനിക്ക് ഖുവ്വത്തുണ്ട്, മറ്റൊന്ന് ഞാൻ അമാനത്തുണ്ട് എന്നിൽ. ഇത് രണ്ടും ഒരു ലേബർക്ക് ആവശ്യമായ ഗുണങ്ങളാണ്, ഒരു തൊഴിലാളിക്ക് ആവശ്യമായ രണ്ട് ഗുണങ്ങളാണ്. ഇത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാളൊരു തൊഴിൽ ഏറ്റെടുക്കുമ്പോൾ അയാൾക്ക് ഈ രണ്ട് ഗുണവും വേണം എന്നാണ്. എന്ത്? ഏറ്റെടുക്കുന്ന തൊഴിൽ ചെയ്യാനുള്ള മാൻ പവർ വേണം, അതിനുള്ള ശക്തി വേണം. അതില്ലാത്തവനൊരു തൊഴിൽ ഏറ്റെടുത്തവനക്ക് അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അത് ഏറ്റെടുക്കുന്നത്? അവനക്ക് അതിനോട് നീതി പുലർത്താൻ കഴിയില്ല. അപ്പം ഖുവ്വത്ത് വേണം, മാത്രല്ല അമാനത്തും വേണം. ഏറ്റെടുത്ത ജോലി മുതലാളി നോക്കുമ്പോൾ മാത്രം പണിയെടുക്കുക, മുതലാളിയാൻ പോയാൽ പുറത്ത് റെസ്റ്റ് എടുക്കുക, അവൻ ആ പണിക്ക് പറ്റൂല, അവൻ തൊഴിലിനോട് നീതി കാണിക്കൂല. അപ്പം അതുകൊണ്ട് ഖുവ്വത്തും വേണം, അമാനത്തും വേണം. അത് രണ്ടും എനിക്കുണ്ട് എന്നാണ്. ഇതേപോലെ ഈ രണ്ട് ഗുണങ്ങൾ പറഞ്ഞ ഒറ്റൊരു സന്ദർഭം ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചതാണ്. ആർക്കെങ്കിലും പറയാൻ കഴിയോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലെത്തിയപ്പോൾ അവിടെ ഉണ്ട് രണ്ട് പെണ്ണുങ്ങൾ ഒരു കിണറ്റിൻ്റെ അരികിൽ അവയുടെ ആടുകൾക്ക് വെള്ളം കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ മല്ലന്മാരായ പുരുഷന്മാർക്കിടയിൽ തിക്കിത്തിരക്കി തങ്ങളുടെ കാലികൾക്ക് വെള്ളം കുടിപ്പിക്കാൻ കഴിയാതെ അവിടെ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് മദിയനിൽ ക്ഷീണിച്ച് തളർന്നെത്തിയപ്പോൾ ആര് കാണുന്നത്? മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്ത്രീകളോട് കാര്യം ചോദിച്ചു. അപ്പോൾ അവരുടെ ദുർബലത അവർ പറഞ്ഞു. ആ പെണ്ണുങ്ങളെ സഹായിക്കാൻ മൂസാ നബി അലൈഹിസ്സലാം തീരുമാനിച്ചു. ചുരുക്കി പറയട്ടെ, ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവയുടെ ആടുകൾക്ക് കുടിക്കാനും കുടിപ്പിക്കാനും ഒക്കെ ഉള്ള വെള്ളം അവർ കോരിക്കൊടുത്തു. ഈ പെൺകുട്ടികൾ വളരെ നന്ദിയോടുകൂടെ ഈ വിവരം ആരുടെ അടുക്കൽ പോയി പറഞ്ഞു? പിതാവിൻ്റെ അടുക്കൽ പോയി പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പം ആ പിതാവ് പറഞ്ഞു, ഞങ്ങൾ അയാളെ വിളിപ്പിക്കും ഇങ്ങോട്ട്. അങ്ങനെ വിളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് നമുക്ക് കൂലിക്ക് നിർത്താം എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾ തന്നെ പറയുന്നൊരു കാര്യമാണ്, ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. കൂലിക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും ഖൈറായ ആൾ ആരാണ്? കവിയും അമീനുമായ ആളെന്ന്. രണ്ടും ഇയാൾക്കുണ്ട്. നല്ല മാൻ പവറും ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്, ആള് വിശ്വസ്തനാണ്. രണ്ടും വരെ അനുഭവിക്കുകയും ചെയ്തു. അക്കണ്ട മല്ലന്മാരെ അടിയിൽ നിന്നൊക്കെ വെള്ളം കോരി ഇത് കൊടുക്കുമ്പോൾ ആ ഖുവ്വത്ത് ആ പെണ്ണുങ്ങൾ മനസ്സിലാക്കി. പിന്നെ അമാനത്ത് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവരുടെ കൂടെ ബാപ്പ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ബാപ്പൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാവട്ടെ ഈ പെണ്ണുങ്ങളുടെ അടുക്കൽ ഈ വെള്ളം മുക്കിക്കൊടുത്തതിൻ്റെ ശേഷമുണ്ടായ അവരോടുള്ള ഇടപഴകലിലാവട്ടെ എന്തെങ്കിലും മറുത്തു ഒരു അനാവശ്യമായ ഒരു നോട്ടമോ സംസാരമോ ആ പെണ്ണുങ്ങളോട് ആര് കാണിച്ചിട്ടില്ല? മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രണ്ട് പെൺമക്കൾക്കും മനസ്സിലായി ആള് ഖുവ്വത്തും ഉണ്ട്, അമാനത്തും ഉണ്ട്. ഇയാളെ കൂലിക്ക് നിർത്താൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ രണ്ട് ഗുണാണെന്ത്? ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. അപ്പം അത് എല്ലാ തൊഴിലാളികളും ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളൊരു പണി എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ ആ പണിക്ക് പറ്റുമോ അല്ലേ എന്ന് ഞാൻ ആദ്യം ആലോചിക്കേണ്ടത്, എനിക്കത് ചെയ്യാനുള്ള കഴിവുണ്ടോ? കഴിവുണ്ടെങ്കിൽ ഓക്കെ. കഴിവ് മാത്രമല്ല, അത് അമാനത്ത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ? കളങ്കമില്ലാതെ ഇഖ്ലാസോടെ എനിക്കത് ചെയ്യാൻ പറ്റുമോ? എങ്കിലേ കാര്യമുള്ളൂ. നേരെ മറിച്ച് വഞ്ചനയും കാണിച്ച് ചതിയും കാണിക്കും, അതോടൊപ്പം തന്നെ അത് ചെയ്യാനുള്ളൊരു കഴിവുമില്ല, അത് ആ നിലക്ക് അതിനുള്ളൊരു യോഗ്യതയില്ല എങ്കിൽ അവൻ ആ പണിക്ക് പറ്റൂല. അപ്പൊ ഇവിടെ മഹാനായ ഈ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഈ ഇഫ്രീത്ത് പറയുന്നത് എന്താ? ഞാൻ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് തരും. അതിന് എനിക്ക് കവിയാണ്, ഞാൻ ശക്തിയുണ്ട്, എൻ്റെ പ്രകൃതാണ്. എൻ്റെ പ്രകൃതി അനുസരിച്ച് എനിക്കത് ഈസിയാണ്, ഞാനതിന് കഴിവുള്ളവനാണ്. പിന്നെ ഞാൻ അമീനുമാണ്. അമീൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസ്തനാണ്. എന്താ വിശ്വസ്തനാന്ന് പറയാൻ കാരണം? ആ രാജസിംഹാസനം എന്ന് പറഞ്ഞാൽ ചില്ലറ സിംഹാസനമൊന്നുമല്ല, അതില് കോടികൾ വിലമതിക്കുന്ന വൈഡൂര്യവും രത്നവും മുത്തും പവിഴങ്ങളും ഒക്കെ പതിച്ച സിംഹാസനം. അത് വഴിക്ക് കുറച്ച് ഞാൻ എൻ്റെ പോക്കറ്റിലിടൊന്നുമില്ല, ഞാൻ മുഴുവൻ ഇവിടെ എത്തിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ. അതാണ് ഞാൻ അമീനുമാണ് എന്ന് ഇഫ്രീത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ബോധിപ്പിക്കുന്നത്.